ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു നാച്ചുറൽ ഹെയർ സിറം വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലൊരു പാത്രം എടുക്കുക, അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് 1 സ്പൂൺ ഫ്ലാക്സ് സീഡ്, 1 സ്പൂൺ കരിജീരകം, അതുപോലെ തന്നെ 1 സ്പൂൺ ഉലുവ. ഇത് 3 നമുക്ക് അറിയാം, നമ്മൾ പല പാക്കുകളിലും പല ചാനലുകളിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അത്രത്തോളം ബെനിഫിറ്റ് തരുന്ന ഒന്നാണ് ഈ 3 സാധനങ്ങളും. അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് മുടി നല്ല റീഗ്രോത്ത് ആവാനും അതുപോലെ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്, കരിഞ്ജീരകം മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും, പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്ലാക്സ് സീഡ് മുടി നല്ല സോഫ്റ്റ് ആവാനും സിൽക്കി ആയിട്ട് കിടക്കാനും, അങ്ങനെ പല പല ഇതിലാണ് നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ 1 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചതിലേക്ക് ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ആ കരിഞ്ജീരകത്തിൻ്റെയും ഫ്ലാക്സ് സീഡിൻ്റെയും അതുപോലെ ഉലുവയുടെയും സത്ത് അതിലിറങ്ങി ആ വെള്ളത്തിൻ്റെ കളർ നന്നായിട്ട് മാറി വരും. അതുപോലെ അതിൻ്റെ ടെക്സ്ചറും മാറി വരും. നമ്മളൊരു 1 ഗ്ലാസ് വെള്ളം എടുക്കുന്നത് ഒരു 1/2 ഗ്ലാസ് വെള്ളം വരെ ആക്കി വറ്റിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇതൊരു അരിപ്പ് വെച്ച് അരിച്ച് മാറ്റുക. കാരണം ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് പിന്നീട് നമുക്ക് അരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര കുറച്ച് തിക്കായി പോവും, ഒരു കട്ടിപ്പരുവത്തിലായി പോവും. അതിന് മുന്നേ നമ്മൾ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മളത് നന്നായിട്ട് അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇപ്പം നല്ലൊരു ഡാർക്ക് യെല്ലോ കളർ, അല്ലെങ്കിൽ ഉലുവയും കരിഞ്ജീരകവും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും കൂടെ ഒരേ അളവിൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡാർക്കായിട്ടുള്ള ഒരു കളർ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്, ഒരു ക്യാപ്സ്യൂൾ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആയതുകൊണ്ട് മിക്സ് ആവാൻ പാടാണ്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഹെയർ സിറം തയ്യാറായി കഴിഞ്ഞ് നമുക്കിത് ഒരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ തോനെയും എമൗണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. അതല്ല ഒരു 2 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് തലയിൽ തേക്കുന്നതിന് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് തേക്കാവുന്നതാണ്. അല്ലാതെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായിപ്പോകും. കാരണം നമ്മളിതിൽ കെമിക്കലായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലാക്കണം, വളരെ നാച്ചുറലായിട്ടാണ്, ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ ഹോം മെയ്ഡായിട്ടാണ് ഒരു ഹെയർ സിറം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും നമ്മൾ ഇതുപോലൊരു ഹെയർ സിറം ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് നോക്കുക. വളരെ ബെനിഫിറ്റാണ് മുടി കൊഴിച്ചിൽ മാറാൻ, അതുപോലെ മുടിയുടെ ഡ്രൈനെസ് മാറാൻ. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ഇതാണെങ്കിൽ ഒരു നാച്ചുറലായിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പോൾ തോന്നിയ ദിവസത്തേക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്